നമ്മുടെ അധ്യക്ഷനായിട്ട് ഇത് ഗസ്റ്റ് ഓഫ് ഓണറായിട്ട് വന്നിരിക്കുന്ന നമ്മുടെ ബർമിംഗ്ഹാം ഇന്ത്യൻ കൗൺസിൽ ജനറൽ ശ്രീ വെങ്കടാചലം മുരുകേഷ്, പിന്നെ നമ്മുടെ ശിവഗിരിയുടെ എല്ലാമായ പ്രസിഡന്റ് സ്വാമിജി സച്ചിദാനന്ദ സ്വാമിജി, സെക്രട്ടറി സ്വാമിജി ശുഭാംഗാനന്ദ സ്വാമിജി, പിന്നെ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട MP പ്രേമേന്ദ്രൻ, അദ്ദേഹത്തിൻ്റെ വൈഫും വന്നിട്ടുണ്ട്, ഇവിടെ കൂട്ടത്തിലുണ്ട്. പിന്നെ എല്ലാവരുടെയും പേര് പറയുന്നില്ല, എനിക്ക് ഫ്ലൈറ്റ് എടുക്കാൻ പോകേണ്ടതുകൊണ്ട് നേരത്തെ ആക്കിയിരിക്കുകയാണ്. വേദിയിലും സദസ്സിലിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ശരിക്കും ഇതൊരു സർപ്രൈസ് ആയിരുന്നു. താങ്ക്സ് ഫോർ ദാറ്റ് അവാർഡ്. നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ നാരായണസ്വാമിയുടെ ഈ 1924 ശിവഗിരി ആശ്രമത്തിൽ നടത്തിയ സർവമത സമ്മേളനത്തിൻ്റെ 100ാമത്തെ വാർഷികം ആഘോഷിക്കാനായിട്ട് വെളിയിൽ വേണമെന്നും അത് വത്തിക്കാനായി വെച്ചാൽ എന്തെന്ന് ഒരു നിർദ്ദേശം മഠത്തിലെ സ്വാമിജിമാരും എല്ലാവരും കൂടെ ഡിസൈഡ്, പ്രത്യേകിച്ചും നമ്മുടെ സച്ചിദാനന്ദ സ്വാമിജിയും ശുഭാംഗാനന്ദ സ്വാമിജിയും ഉൾപ്പെട്ട ബോർഡ് അതിൻ്റെ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത് നമ്മുടെ വീരേശ്വരാനന്ദ സ്വാമിജിയായിരുന്നു. അപ്പോൾ അങ്ങനെ വീരേശ്വരാനന്ദ സ്വാമിജി എന്നെ വിളിച്ച് ഇങ്ങനെ നമുക്കൊന്ന് നടത്തിയാൽ കൊള്ളാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് നല്ല ആശയമാണ്. വെളിയിലോട്ട് എസ്പെഷ്യലി വത്തിക്കാനിലൊക്കെ പോയി നടത്തുക എന്ന് പറഞ്ഞാൽ പിന്നെ അതിൽ കൂടുതലൊരു പ്ലാറ്റ്ഫോം നമുക്ക് വേൾഡിൽ ഒരിടത്തും കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ അത് നല്ലൊരു ആശയമാണെന്ന് പറഞ്ഞു. അങ്ങനെ സച്ചിദാനന്ദ സ്വാമിജിയുടെയും ശുഭാംഗാനന്ദ സ്വാമിജിയുടെയും എല്ലാം അനുഗ്രഹത്തോടു കൂടി ഇത് നമ്മുടെ വീരേശ്വരനാഥ സ്വാമിജിയും പിന്നെ ചാണ്ടിയുമ്മനും അപ്പോൾ എന്നെ അതിൻ്റെ കമ്മിറ്റിയുടെ ചെയർമാനുമാക്കി ഞങ്ങൾ അത് നടത്താൻ അങ്ങ് തീരുമാനിച്ചു. ആദ്യം വേണ്ടിയെന്ന് പറഞ്ഞാൽ പോപ്പിൻ്റെ അനുവാദം കിട്ടുക എന്നുള്ളതായിരുന്നല്ലോ. അപ്പോൾ കുറേ നാളങ്ങ് ട്രൈ ചെയ്തിട്ട് പോപ്പിൻ്റെ വത്തിക്കാൻ്റെ അടുത്ത് പോലും ചെല്ലാൻ പറ്റിയില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെയാണ് ഈയിടെ കാർദിനാളായ കൂവക്കാട് അച്ഛൻ ജോർജ് ജേക്കബ് കൂവക്കാട് അദ്ദേഹവുമായിട്ട് പരിചയപ്പെടുകയും പിന്നെ എല്ലാം വളരെ വേഗത്തിൽ നടക്കുകയും. അപ്പോൾ അന്ന് ഞാൻ വീരേശ്വരൻ സ്വാമിജിയോടും ചാണ്ടിയുമ്മനോടും പറഞ്ഞു, പോപ്പിനെ കാണാൻ ആണെങ്കിൽ മാത്രമേ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അവിടുത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് ഇല്ല നടക്കില്ല വേണ്ടെന്ന് പറഞ്ഞെന്ന് പറയും. ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാൻ വരുന്നില്ല, പോപ്പിനെ അപ്പോയിൻറ്റ്മെൻറ്റ് കിട്ടിയാൽ മാത്രം ഞാൻ വരാം. പോപ്പ് പറയുകയാണ് ഇത് നടത്താമെന്ന് പറഞ്ഞാൽ നടത്താം, പിന്നെ വേറെ ആരും അവിടെ പറയാനില്ലല്ലോ. അങ്ങനെ ഞാനൊരു ചെറിയ നിർബന്ധം പിടിച്ചു എന്ന് പറയാം. അപ്പോൾ കൂവക്കാട് അച്ഛൻ ഈ ശരിക്കും ഇത് ഒരു അപ്പോയിൻമെൻറ്റ് കൊടുത്ത അവിടുത്തെ ഡിക്കാസ്ട്രിയായിട്ട് ഓൾ റിലീജിയസ് ഡയലോഗ് ഡിക്കാസ്ട്രി എന്നും പറഞ്ഞ് അവിടെ വത്തിക്കാനുള്ളൊരു ശരിക്കും അതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എല്ലാ മതങ്ങളെയും കുറിച്ച് പഠിക്കുകയും അവരുടെ ഇതെല്ലാം കൂടെ ഡയലോഗ്സ് നടത്തി പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം. പക്ഷേ അത് അങ്ങനെ നടക്കാനൊക്കെ വലിയ പാടാണ്. നിങ്ങൾക്കൊക്കെ അറിയാം അവിടുത്തെ സിറ്റുവേഷൻ. 1931 ഗാന്ധിജി അവിടെ റോമിൽ ചെന്നിട്ട് വത്തിക്കാനിൽ അന്നത്തെ പോപ്പുമായിട്ട് അപ്പോയിൻറ്റ് ചോദിച്ചിട്ട് കിട്ടിയിട്ടില്ല. അങ്ങനത്തെ സിറ്റുവേഷനായിരുന്നു. ടു കട്ട് ഷോർട്ട്, ഇതെല്ലാം അന്ന് കൂവക്കാടച്ചൻ ഞങ്ങളെ 3 പേരെയും പോപ്പുമായിട്ട് മീറ്റ് ചെയ്യാനും അത് നടത്താൻ അദ്ദേഹം അവിടെ വെച്ച് സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഗുരുദേവൻ്റെ അനുഗ്രഹം അല്ലാതെ വേറെ ഒന്നും കൊണ്ട് നടക്കുന്ന സംഗതിയല്ല. അപ്പോൾ അങ്ങനെ അവസാനം നവംബർ 30 എന്നുള്ള ഡേറ്റ് കിട്ടി. 3 പ്രാവശ്യം 2-3 മാസത്തിനകം ഞങ്ങൾക്കൊക്കെ പോപ്പുമായിട്ട് അന്ന് ആദ്യത്തെ അപ്പോയിൻമെൻ്റ് എന്ന് പറഞ്ഞാൽ 10-30 മിനിറ്റ് ഞങ്ങളുടെ 3 പേരുടെയും കൂടെ മാത്രം ഇരുന്ന് സംസാരിച്ച് അദ്ദേഹം ഇങ്ങോട്ട് നാരായണ ഗുരുസ്വാമിയുടെ ആദർശങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ അതിശയിച്ചു പോയി. അത്ര ഇതായിരുന്നു. അത് കഴിഞ്ഞ് നവംബർ 30 ഇത് സർവമത സമ്മേളനം നടത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാ മതങ്ങളെയും കുറിച്ച് ഇത് നമുക്ക് അവിടെ പോയി അവരുടെ ആദർശങ്ങളും എല്ലാം അൾട്ടിമേറ്റ്ലി ഗോഡിലോട്ടാണ്, ദൈവത്തിലോട്ടാണ് പോകുന്നത്. എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്. അപ്പം ഓരോ രീതിയിലാണ് നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത്, അത്രയേ ഉള്ളത്. അപ്പം അത് അല്ലാതെ മനുഷ്യരെല്ലാം ഡിഫറൻ്റ് ആണോ, പല റിലീജിയൻ ഫെയ്ത്ത് എല്ലാവർക്കും കാണും. പക്ഷേ അവസാനം നമ്മുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റിലാണ് ടു ഗോഡ്. അപ്പം നാച്ചുറലി പല വഴി കൂടെ
പല ലാംഗ്വേജ് സംസാരിക്കുന്ന പോലെ ഓരോ മതവും ഓരോ രീതിയിൽ അതിനെ അപ്രോച്ച് ചെയ്ത് അവസാന പോയിന്റിലാണ് ചെല്ലുന്നത്. അപ്പം എല്ലാം മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടി. അത് നാരായണ ഗുരുസ്വാമിജി പറഞ്ഞ് അത്രയോ നാൾ മുമ്പ് അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, ചെയ്തത്. അല്ലാതെ ഒരു പെർട്ടിക്കുലർ മതത്തിനെയോ ജാതിയോ ഉദ്ദേശിച്ചല്ല നാരായണ ഗുരുസ്വാമി ഒരിക്കൽ പോലും പറഞ്ഞിട്ടുള്ളതും ചെയ്തിട്ടുള്ളതും. ഇത് പറയാൻ കാര്യമെന്ന് പറഞ്ഞാൽ അങ്ങനെ വത്തിക്കാനിലെ ആ ഫംഗ്ഷൻ വളരെ നല്ലപോലെയും 100-300 പേരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മൾ നടത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ഓഫ് കോഴ്സ് ഇതിനെല്ലാം ഒരുപാട് സാമ്പത്തിക ചെലവുണ്ട്. നമ്മുടെ സ്വാമിജി ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ, കൂട്ടത്തിലുണ്ട്. അപ്പോൾ ഇപ്പോഴും അതിൻ്റെ കടം തീർന്നിട്ടില്ലെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും വിചാരിക്കും നമ്മൾ ഇത്രയും പേര് 100-300 പേരെ ബിസിനസ്സുകാരും എല്ലാവരും പോയിട്ട് അവസാനം ഇങ്ങനെ വരേണ്ട കാര്യം എന്താണ്? അപ്പോൾ എല്ലാവരും നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യാത്തതിൻ്റെ ഒറ്റ ഒരു കുഴപ്പമാണ്. അപ്പോൾ ഞാനിപ്പോൾ സ്വാമിജി ഇരുത്തി പറയാണ്, എല്ലാവരും പറയുന്നത് സ്വാമിജി അതിന് ഒത്തിരി പൈസ ഉണ്ടാക്കിയിട്ടൊന്നും വരണ്ടെന്ന് വരെ പറഞ്ഞു. അല്ലെങ്കിൽ പറയുന്നത് ഇപ്പോഴും സ്വാമിജി എൻ്റെ അടുത്ത് പറയും, അയ്യോ നമ്മൾ അത് പേ ചെയ്തിട്ടില്ല, ഇത് പേ ചെയ്തിട്ടില്ല, ഇപ്പോഴും പറയുന്നുണ്ട്. അപ്പം ഞാൻ പറയുന്നതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ വരരുത്. ഇവിടെ ഇപ്പം ഇന്നലെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഓരോരുത്തർ താലി പണയം വെച്ചും ഇത് വിവാഹമോതിരമൊക്കെ കൊണ്ടുപോയി പണയം വെച്ചുമാണ് ഈ പ്രസ്ഥാനത്തെ കൊണ്ടുവരാനായിട്ട് ഈ സ്റ്റേജ് വരെ ആക്കിയത്. ഇപ്പോൾ ഒരു 5 കോടി ഏതാണ്ട് കടമുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഇതിന് വാങ്ങിച്ചു കൊടുത്ത സിബികുമാർ അദ്ദേഹത്തിൻ്റെ ആ നല്ല മനസ്സുകൊണ്ട് മാത്രമാണ് ഇത് നടക്കുന്നത്. പക്ഷേ ഈ 5 കോടി ഇനിയും കൊടുത്തു കഴിഞ്ഞാലേ അതിൻ്റെ കടബാധ്യത തീരുകയുള്ളൂ. അപ്പം നാരായണ ഗുരുസ്വാമി ചെറുപ്പത്തിലെ അന്ന് സ്വാമി തന്നെ ഇങ്ങനെ പലയിടത്തും പോയി ഒരുപാട് ആൾക്കാരിങ്ങനെ കെട്ടുതാലിയും ഇത് മോതിരവും ഇങ്ങനെയൊക്കെ കൊടുത്ത് ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെയാണ് ആ പ്രസ്ഥാനം ഉണ്ടായത്. അതുകൊണ്ട് ബൈജുനോട് എനിക്ക് പറയാനുള്ളത്, ഇതിലൊന്നും വിഷമിക്കേണ്ട, എല്ലാം നടക്കും, ഒരിക്കലും എന്തായാലും നടക്കും. അപ്പോൾ അതിന് വേണ്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും പേരൊക്കെ ഇവിടെ വരുന്നു, ബിസിനസ്സുകാർ കഴിയുന്നവരുണ്ട്. അപ്പോൾ എല്ലാവരും അതനുസരിച്ച് കോൺട്രിബ്യൂട്ട് ചെയ്യണം. അല്ലാതെ നമ്മളിവിടെ വന്ന് എല്ലാവരെയും കണ്ടു ഇത്രയും ഇങ്ങനെ കഴിയുമ്പോഴും ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഇവിടെ നടത്തണമെന്നതിൽ അതിന് നമ്മൾ അവരെയൊക്കെ അഭിനന്ദിക്കുക തന്നെ വേണം. അതിൻ്റെ ആ എടുത്തു ചാടാനുള്ള ഒരു ധൈര്യം കാണിച്ച്, അതൊക്കെ നാരായണ ഗുരുസ്വാമി കൊടുത്ത ധൈര്യം മാത്രമായിരിക്കും, അല്ലെന്തെങ്കിലും ഇത് നടക്കില്ല. അപ്പോൾ അതിന് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ എല്ലാവരും കൂടിയിട്ട് കഴിയുന്നത്രയും ഈ പ്രസ്ഥാനത്തിനെ വളർത്തിക്കൊണ്ടുവന്ന് ഇത് ഇന്ത്യക്ക് വെളിയിലുള്ള ഒരു വലിയൊരു പോയിന്റ് ഓഫ് കോണ്ടാക്റ്റ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ, ഇപ്പം വത്തിക്കാനിലൊക്കെ ഡിക്കാസ്ട്രി ഉണ്ട്, ഓൾ റിലീജിയസ് ഡയലോഗ് ഡിക്കാസ്ട്രി. അതുപോലൊരു എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ഡിക്കാസ്ട്രിയും കൂടെ ഒക്കെ ഫോം ചെയ്ത് മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള, ഇന്ത്യക്ക് വെളിയിൽ നിന്നുള്ള മറ്റ് രാജ്യങ്ങളിലുള്ള ആൾക്കാരെയൊക്കെ ഉൾപ്പെടുത്തിയിട്ട് അവിടെയും ഇത് പ്രചരിപ്പിക്കാനും, അതുപോലെ നമ്മുടെ MP പ്രേമേന്ദ്രൻ പറയായിരുന്നു ഓരോ 2 വർഷത്തിൽ കൂടുതലും ഓരോ രാജ്യങ്ങളിലായിട്ട് ഇത് നടത്താതെ ഇതൊരു ആസ്ഥാനമായിട്ട് അത് കൊണ്ടുപോകാൻ ഏറ്റവും നല്ലൊരു അവരൊക്കെ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഇന്നലെ ശരിക്കും പറഞ്ഞാൽ അതിശയിച്ചു പോയി കേട്ടോ, ഇത്രയൊക്കെ ചെയ്തിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ ഇത്രയും 5 കോടി കടം വെച്ചുകൊണ്ടാണ് ഈ ചെയ്യുന്നതെന്ന് ആലോചിച്ചോണം. അപ്പം ഇങ്ങനെയുള്ള ഇവിടെയുള്ള ജോലിക്കാരും എല്ലാം ഒക്കെ ആയിട്ടുള്ള ആൾക്കാരാണ് ഇതിൻ്റെ മെമ്പേഴ്സ്. അപ്പോൾ ഞാൻ ചോദിച്ചു ഇതെങ്ങനെയാണ്, അതപ്പോൾ അറിയില്ല, അങ്ങ് ചെയ്തു, എടുത്ത് ചാടി എന്നാണ് എന്നോട് പറഞ്ഞത്. ഞാൻ പറഞ്ഞു അതൊന്നും സാരമില്ല, ഇതൊക്കെ നടക്കും. പിന്നെ അപ്പോൾ ഞാൻ പറയുന്നതിൻ്റെ കാര്യം നമ്മളെ കൊണ്ട് കഴിയുന്നതും. അതുപോലെ വേറെ ഒരു കാര്യം ഞാൻ ബൈജുവിനോട് പറയാനുള്ളത്, ഇതെല്ലാം കഴിഞ്ഞു, അത് കഴിഞ്ഞ് ആരൊക്കെ എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്തു എന്ന് ഒന്ന് പബ്ലിഷ് ചെയ്യണം, എന്നാലേ നമുക്കറിയാൻ പറ്റുള്ളൂ. നമ്മുടെ വീരേശ്വരൻ സ്വാമിജിക്ക് പറ്റിയ ഒരു അബദ്ധം അതാണ്. ഇപ്പോൾ പ്രിപ്പയർ ചെയ്ത് അയക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറയുന്നതിൻ്റെ കാര്യം ഇതിനൊന്നുമല്ല, നമ്മൾ എന്ത് ചെയ്താലും അത് ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം. അല്ലാതെ അപ്പം ആൾക്കാർക്ക് അങ്ങനെ പറയേണ്ട എന്ന് പറഞ്ഞാൽ, ഒരുപാട് പേര് സ്വാമിജിയോട് ചോദിച്ചെന്ന്, ഇത്രയും ബിസിനസ്സുകാരൊക്കെ വത്തിക്കാൻ വന്നിട്ട് ഇതുവരെ കൊടുത്തിട്ടില്ലെന്ന് ചോദിച്ചെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാനീ പറയുന്നത്. അപ്പോൾ അതല്ല വേണ്ടിയത്. നമുക്ക് ഇതാദ്യം ഒരു ബേസ്, ഇപ്പോൾ ഈ ഒരു ബേസ് എന്ന് പറഞ്ഞാൽ വളരെ ഏറ്റവും നല്ല ഒരു ബേസാണ്. അത് ഡെവലപ്പ് ചെയ്ത് വരണമെന്നതിൽ അവരുടെ കൈയൊക്കെ ഫ്രീ ആയിരിക്കണം. ഫ്രീ ആയിരിക്കുക എന്ന് പറഞ്ഞാൽ ഈ കടമൊക്കെ എപ്പോൾ തീർക്കാമെന്നും പറഞ്ഞ് ആലോചിച്ചുകൊണ്ടായിരിക്കും നടത്തുന്നത്. ഇത്രയും കടത്തിൽ ഇങ്ങനെ വളരെ ഗ്രാൻഡായിട്ടൊരു ഫംഗ്ഷൻ നടത്തിയതിൽ അവർ വളരെയധികം അഭിനന്ദനം അർപ്പിക്കുന്നുണ്ട്.
അപ്പോൾ അതെല്ലാവരും കൂടെ എനിക്ക് ഫ്ലൈറ്റ് ആകുന്നതിന് പോകേണ്ടി അതുകൊണ്ടാണ് ഇങ്ങനെ ബൈപ്പാസ് ചെയ്ത് ഇങ്ങനെ സംസാരിക്കാമെന്ന് വിചാരിച്ചത് തന്നെ. എല്ലാവരെയും ഇവിടെ വന്ന് കണ്ടതിലും ഇങ്ങനെ കാണാൻ പറ്റിയതിലും ഈ ഒരു നല്ല സംരംഭം അത് ഏറ്റവും നല്ലൊരു ഇത് യൂണിറ്റായിട്ട് തന്നെയാണ്. അവിടെ ഇത്ര 58 സെൻറ്റും ബാക്കിയുള്ള എല്ലാ ഫെസിലിറ്റീസും അതെങ്ങനെ ഡെവലപ്പ് ചെയ്ത് നമ്മൾ കൊണ്ടുവരാം, അത് നാരായണ ഗുരുസ്വാമിയുടെ ആദർശങ്ങൾ മനുഷ്യരിലെത്തിക്കുക, അതുകൂടെ വേണം. ഇപ്പോൾ എല്ലാം കാര്യങ്ങളൊക്കെ പറയുന്നതെല്ലാം നല്ലതാണ്. നമ്മൾ ഇത് ഓക്സ്ഫോർഡിൽ പോയി, കേംബ്രിഡ്ജിൽ പോയി, പക്ഷേ അതുമാത്രം പോരാ. സാധാരണ ആൾക്കാരിൽ എങ്ങനെ നമുക്ക് എത്തിക്കുക, അതുകൂടെ നമ്മൾ ആലോചിക്കണം. അപ്പോൾ അതിനൊക്കെ ഇങ്ങനെയുള്ളൊരു സംഘടന ഇവിടെ ഉള്ളതും ഒരു ഫെസിലിറ്റീസ് ഉള്ളതും എപ്പോഴും നല്ലതായിരിക്കും. അപ്പോൾ ഞാനത് ഡിസ്കറേജ് ചെയ്യല്ല ചെയ്യുന്നത്. അതൊക്കെ വേണം. ഇപ്പം ലൈബ്രറിക്ക് പറയാം എനിക്ക് ഇത്രയും ബുക്കുകളുണ്ടെന്ന് പറഞ്ഞിട്ടൊരു കാര്യവുമില്ല. അത് പക്ഷേ എങ്ങനെ ആൾക്കാർ യൂട്ടിലൈസ് ചെയ്യും എന്നുള്ളവിടെ നമ്മൾ ആലോചിക്കണം. അപ്പോൾ അതിനോട് കോൺട്രിബ്യൂട്ട് ചെയ്ത് എല്ലാവരും കൂടെ ഒരുമിച്ച് പോയി കഴിഞ്ഞാൽ ഇതൊരു വലിയ മഹാപ്രസ്ഥാനമായിട്ട് തന്നെ വളരും. അതിനൊരു സംശയവുമില്ല. അതിനെല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇവിടെ വന്നിങ്ങനെ എല്ലാവരെയും കാണാനും സംസാരിക്കാൻ പറ്റിയതിൽ തന്നെ അതിയായ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ബൈജു, ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ രാത്രി എന്നെ ഉറക്കത്തില്ല. ചിലപ്പോൾ രാത്രിയിൽ 11-12 മണിക്കൊക്കെ വിളിക്കും, അതെന്തായി ഇതെന്തായി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ടീമുണ്ട് ഇവിടെ, അതും ചെറുപ്പക്കാരായിട്ടുള്ള. അവർ പ്രത്യേകിച്ച് അഭിനന്ദനം മാത്രമല്ല, അവർക്കെല്ലാ സഹായവും എല്ലാവരും കൂടെ ചെയ്യണം. വേറെ കൂടുതലൊന്നും പറയുന്നില്ല. നമസ്കാരം.